ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു മെഹന്തി മേക്കപ്പ് ലുക്കായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ ബ്രൈഡ് റാണിയാണ് കേട്ടോ. റാണിയയ്ക്ക് നമ്മളൊരു നോർമൽ മേക്കപ്പ് ലുക്കായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. മെഹന്തിയുടെ ആയിരുന്നു. ആൻഡ് ആളുടെ ഫേസ് വന്നിട്ട് കുറച്ചൊരു ഡസ്കി, മീഡിയം ഡസ്കിലേക്ക് പോകണേ ആ ഒരു ഡസ്കി സ്കിൻ ടോൺ ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പിഗ്മെൻറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കവർ ചെയ്ത് അത്യാവശ്യം കവറേജ് കൊടുത്തിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മൾ ലെൻസുമായിട്ടുള്ള യുദ്ധം തുടങ്ങിയിട്ടുണ്ട്. ലൈക്ക് ആളുടെ ഐസ് കുറച്ച് ചെറിയ ഐസായിരുന്നു. സോ ലെൻസ് വെക്കൽ കുറച്ച് ടാസ്ക് ആയിരുന്നു കേട്ടോ നമുക്ക്. ആൻഡ് നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ടാണ് ലെൻസ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലെ യൂസ് ചെയ്തിട്ടുള്ള ലെൻസ് വന്നിട്ട് ആക്ച്വലി അത് ആര്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ഒരു ടാൻ ബ്രൗൺ ഷെയ്ഡാണ്. ലൈക്ക് ഒരുപാട് വിസിബിലിറ്റി ഉണ്ടാവില്ല. ഭയങ്കര സട്ടിലായിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ അത് വരുന്നത്. ഇപ്പം നമ്മളത് യൂസ് ആക്കലില്ല. ഫസ്റ്റ് ഒരു ഇത് വാങ്ങിച്ച് നമ്മൾ യൂസ് ആക്കി വലിയ ഡിഫറൻസ് ഫീൽ ചെയ്യാത്തതുകൊണ്ട് നമ്മളതിപ്പോൾ യൂസ് ആക്കണില്ല കേട്ടോ. ലൈക്ക് അത് ഭയങ്കര ഒരു മിനിമൽ സാധനമാണ്. ഓക്കെ. പിന്നെ നമ്മളങ്ങനെ ലെൻസ് വെച്ചു. ലെൻസ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആസ് യൂഷ്വൽ നമ്മുടെ ഐബ്രോ സ്റ്റാർട്ട് ചെയ്തു. ഐ മേക്കപ്പിലാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. ഐബ്രോയ്ക്ക് ഞാൻ PSCൻ്റെ ഐബ്രോ പാലറ്റാണ് കേട്ടോ യൂസ് ആക്കിയിട്ടുള്ളത്. ഓൾറെഡി ഐബ്രോസ് അത്യാവശ്യം ഉണ്ട്. പിന്നെ നമ്മളതിനൊന്ന് ജസ്റ്റ് ഡിഫൈൻ ചെയ്ത് ഒന്ന് ലൈൻ ചെയ്ത് ഷേപ്പാക്കി എടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ കൺസീൽ ചെയ്ത് കൊടുക്കുകയാണ്. ഐ വന്നിട്ട് കൺസീൽ ചെയ്യുന്നത് ടാർട്ടിൻ്റെ കൺസീലർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ടാർട്ടും PSCൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ആക്കിയിട്ടുള്ളത്. ടാർട്ടിൻ്റെ വന്നിട്ട് ടാർട്ടിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഡീപ്പ് ടാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് അത് വെച്ച് ഒന്ന് കൺസീൽ ചെയ്ത് കൊടുത്തു. കുറച്ച് ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ടു ഫേസിൻ്റെ ഒരു 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 ഷെയ്ഡ് ലൈറ്റായിട്ടുള്ള ഒരു കൺസീലറും കൂടെ എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ കുറച്ചൊന്ന് ബ്രൈറ്റൺ അപ്പായി ഒന്ന് ബ്രൈറ്റൺ അപ്പായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ആദ്യം സെയിം കളർ വെച്ച് കൺസീൽ ചെയ്തു. കൺസീൽ ചെയ്ത് ആളുടെ സ്കിൻ ടോണിലേക്ക് ആക്കിയിട്ട് ഒരു ചെറിയ പൊടിക്കൊരു ലൈറ്റ് കളർ. ഓക്കെ, അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ലൂയിസിൻ്റെ പാലറ്റും ന്യൂഡ് പാലറ്റും യൂസ് ചെയ്തിട്ട്, അതായത് ഹുദേൻ്റെ ന്യൂഡ് പാലറ്റ് കേട്ടോ, അതും കൂടി യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഐ മേക്കപ്പ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രഷസിനെ പറ്റി ചോദിക്കുന്നുണ്ടായിരുന്നു കുറച്ച് പേര്. ബ്രഷ് ഈ ഒരു റെഡും ബ്ലാക്കും കോമ്പിനേഷനിൽ വരുന്ന എല്ലാ ബ്രഷുകളും ബ്യൂട്ടിലേഷ്യസിൻ്റെ ബ്രഷസാണ്. ഓക്കെ. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ളതിലൊരു എന്താ പറയുക, ഒരു ഡാർക്ക് ഗ്രീൻ കളറിലൊരു ഇതും കൂടെ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അത് ആക്ച്വലി വന്നിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് വന്നിട്ട് യൂറോ പാരിസിൻ്റെ. ഓക്കെ, അതൊരു ചെറിയ ബ്രഷാണ് യൂറോ പാരിസിൻ്റെ. അത് ഞാൻ സ്മഡ്ജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ആ ഒരു ഡാർക്ക് ഗ്രീൻ. ആ ഡാർക്ക് ഗ്രീൻ വന്നിട്ട് മാസിൻ്റെ ബ്രഷസാണ് കേട്ടോ. ലൈക്ക് അത് മാസിൻ്റെ ഒരു 2-3 ബ്രഷ് ഞാൻ ഇതുപോലെ യൂസ് ചെയ്യുന്നതുണ്ട്. മാസ് ഒന്ന് അഫോർഡബിൾ ആണ്. 1000 റേഞ്ചിലെങ്ങാണ്ട് വരുന്നേ ഉള്ളൂ. പക്ഷെ നല്ല ബ്രഷസാണ് കേട്ടോ. നമ്മൾ എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടാണ് യൂസ് ആക്കുന്നത്. ഇന്ന ബ്രഷ് ഇന്നതിന് യൂസ് ചെയ്യാനൊന്നുമില്ല. നമ്മുടെ കംഫർട്ട് അനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. യൂസ് ചെയ്യുക. നമുക്ക് ഏതാണ് വെച്ച് ചെയ്യാനാണ് ഓക്കെ ആയിട്ടുള്ളത് അത് വെച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. ചിലർ ഐ മേക്കപ്പിന് 2 ബ്രഷസൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. ഞാനൊരു 4-5 ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഐ മേക്കപ്പ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് ഐ മേക്കപ്പ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. അതിൽ തന്നെയുള്ളൊരു ഗ്ലിറ്റർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഐലാഷ് വെച്ച് കൊടുക്കുകയാണ്. ഐലാഷ് വന്നിട്ട് നമ്മുടെ യൂറോ പാരിസിൻ്റെ സോറി, അതിൻ്റെ നമ്പർ വരുന്നത് 54 ആണ് കേട്ടോ. പിന്നെ ഗ്ലൂ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്ലൂ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ PSCൻ്റെ ഗ്ലൂ ആണ്. എനിക്ക് ആക്ച്വലി കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ളതും കുറച്ച് ലാസ്റ്റിംഗ് ആണെന്ന് ഫീൽ ചെയ്തിട്ടുള്ളതും യൂറോ പാരിസിൻ്റെ യൂറോ പാരിസിൻ്റെ അല്ല, PSCൻ്റെ. ഓക്കെ, PSCൻ്റെ ഗ്ലൂസാണ് കേട്ടോ. യൂറോ പാരിസിൻ്റെ ഗ്ലൂ യൂസ് ചെയ്തിട്ടുണ്ട്. ഡ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ബ്രാൻഡിൻ്റെ ഞാൻ യൂസ് ആക്കി നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് കംഫർട്ടായിട്ടുള്ളത് ഫോർ എവറിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത്. പക്ഷേ അതൊക്കെ ഭയങ്കര യൂസ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ആ ഒരു സ്റ്റിക്നെസ് എനിക്ക് അത്ര ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ, ഇത് PSCൻ്റെ നല്ല സാധനമാണ്. അത്യാവശ്യം കട്ട പിടിക്കാതെ നമ്മൾ യൂസ് ചെയ്തിട്ട് അപ്പം തന്നെ ടൈറ്റ് ആയത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് നാൾ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. കട്ട പിടിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ യൂസ് ചെയ്തിട്ട് കാര്യമില്ല, സ്റ്റിക്ക് ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫേസിലേക്ക് ഫേസ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ഒരു ഐലാഷ് വരെ വെച്ച് അത്ര ആക്കിയിട്ട് ബാക്കി ഫേസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഐ മേക്കപ്പ് ബാലൻസ് വരുന്നത് ചെയ്യാറ്. ഓക്കെ, അപ്പം നമ്മൾ ഫേസ് സ്റ്റാർട്ട് ചെയ്തു. ഫേസിൽ ഫസ്റ്റ് നമ്മൾ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആളുടെ ഒരു നോർമൽ ടു ഡ്രൈ സ്കിന്നിലേക്ക് വരുന്നതാണ്. ഞാൻ ചെന്നപ്പോൾ അത്യാവശ്യം ഡ്രൈ ആയിരുന്നു സ്കിന്ന്. സോ ഞാൻ യൂറോ പാരിസ് എന്ന് മാത്രമേ വായി വരുന്നുള്ളൂ. ഓക്കെ, ഞാൻ എന്തായിരുന്നു എംബ്രയോളിസിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ആക്കിയിട്ടുള്ളത് കേട്ടോ.
ആക്ച്വലി കുറച്ച് നാൾ കൊണ്ട് വോയിസ് കൊടുക്കാണ്ട് വോയിസ് കൊടുക്കുന്നുകൊണ്ടാണ് കേട്ടോ ഒരു തപ്പൽ വരുന്നത്. ഓക്കെ, സോറി ഫോർ ദാറ്റ്. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ മോയ്സ്ചറൈസർ ഇട്ടു, പ്രൈമർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രൈമർ വന്നിട്ട് റീകോർഡിൻ്റെ പ്രൈമറാണ് ഞാൻ അപ്ലൈ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൺസീൽ ചെയ്യുന്നത് PAസിൻ്റെയും ടാർട്ടിൻ്റെയും ഫോറവറിൻ്റെ ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ആളുടെ ഷെയ്ഡിലേക്ക് ആക്കി, ഷെയ്ഡിനേക്കാളും ഒരു ഷെയ്ഡ് ഡാർക്ക് ആക്കിയിട്ടാണ് കൺസീൽ ചെയ്ത് കൊടുക്കുന്നത്. അത്യാവശ്യം കുറച്ച് കൺസീൽ ചെയ്യാനുണ്ടായിരുന്നു ലൈക്ക് ആളുടെ ഫേസിൽ. ആൻഡ് ഈ കൺസീൽ ചെയ്യുന്ന ബ്രഷിനെ പറ്റി കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ആക്ച്വലി ബ്രാൻഡില്ല, കാരണം അത് മാഞ്ഞുപോയി. എനിക്കറിയില്ല അത് ഏത് ബ്രാൻഡാണെന്നൊന്നും. ഞാനത് റാൻഡമായിട്ട് ഒരു ഷോപ്പിൽ കയറിയപ്പോൾ കണ്ടപ്പോൾ അങ്ങ് വാങ്ങിയെന്നേ ഉള്ളൂ. ലൈക്ക് എനിക്കത് കുറച്ച് കംഫർട്ടബിളായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കി നോക്കിയപ്പോൾ കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തപ്പം ഞാൻ ആക്ച്വലി അത് ബ്ലഷ് ഇടാൻ വേണ്ടിയിട്ടാണ് അത് വാങ്ങിയത്. പക്ഷേ കുറച്ചും കൂടെ എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയത് കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാനത് കൺസീൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ നമ്മളങ്ങനെ ഫുൾ കൺസീൽ ചെയ്തു. ഫേസ് അത്യാവശ്യം കൺസീൽ ചെയ്യാനുണ്ടായിരുന്നു, നന്നായിട്ട് കൺസീൽ ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഫൗണ്ടേഷൻ കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഫൗണ്ടേഷൻ വന്നിട്ട് മിക്സ് ചെയ്യുന്നതിൻ്റെ ഒരു ക്ലിപ്പാണ് കേട്ടോ കാണുന്നത്. കാരണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ വീഡിയോസും കൂടെ എടുത്ത് വെക്കാറുണ്ട്. ലൈക്ക് കാരണം നെക്സ്റ്റ് ഡേ നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഷെയ്ഡിൽ ഒരു കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. അങ്ങനെ നമ്മൾ ഹുദേൻ്റെ 2 ഷെയ്ഡ് മിക്സ് ചെയ്തു. 410ഉം 320യും മിക്സ് ചെയ്തു. അതിൻ്റെ കൂടെ ഇൻഗ്ലോട്ടിൻ്റെ ഡ്യൂറാലൈനും കൂടെ 2 ഡ്രോപ്പ് ആഡ് ചെയ്ത് മിക്സ് ചെയ്തു. എന്നിട്ട് ആളുടെ ഷെയ്ഡിൽ വെച്ചിട്ട് നമ്മൾ ഷെയ്ഡ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരു പൊടിക്ക് ലൈറ്റ്, അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ആളുടെ ഒരു നെക്കിൻ്റെ ഒക്കെ ഒരു കളർ ഉണ്ടല്ലോ, ആ കളറിലേക്കാണ് നമ്മൾ ഫേസ് ആക്കാൻ നോക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളത് ബ്രൈഡിനെ കാണിച്ചു കൊടുക്കുകയാണ്, ലൈക്ക് അവർക്കത് ഷെയ്ഡ് ഓക്കെ ആണോ ഇല്ലയോ എന്നുള്ളത്. അവർ ഓക്കെ പറഞ്ഞാലാണ് നമ്മൾ ബാക്കി പ്രൊസീഡ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ ഫൗണ്ടേഷൻസ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ബ്രഷ് വെച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ബ്ലെൻഡർ വെറ്റ് ചെയ്തിട്ട് ഇത് ബ്ലെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എക്സസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ബ്ലെൻഡർ വലിച്ചെടുത്തോളും. അപ്പം ഭയങ്കര മിനിമലായിട്ടുള്ള ഒരു സാധനമായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ആളെ കാണിച്ചു, ആൾക്ക് ഷെയ്ഡ് ഓക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് ബാക്കി പ്രൊസീഡ് ചെയ്യുവാണ് കേട്ടോ ഫേസിലേക്ക്. പിന്നെ ഇതും ബ്യൂട്ടിലീഷ്യസിൻ്റെ ബ്രഷാണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പം നോർമലി ഇതിട്ട് കൊടുക്കുന്നത്, ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാറ് കേട്ടോ. പിന്നെ നമ്മൾ ഫൗണ്ടേഷൻ മിക്സ് ചെയ്യുമ്പോൾ ഫൗണ്ടേഷൻസ് ഏതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ബോബി ബ്രൗൺ യൂസ് ചെയ്യുന്നതുണ്ട്, ലൈക്ക് നമ്മുടെ ഹുദ യൂസ് ചെയ്യുന്നുണ്ട്, നാസ് ഉണ്ട്, ഷാർലറ്റ് ടിൽബറി ഉണ്ട്, പിന്നെ ടു ഫേസിൻ്റെ ഉണ്ട്. അങ്ങനെ കുറച്ച് ബ്രാൻഡുകളാണ് നമ്മൾ യൂസ് ആക്കുന്നത് കേട്ടോ. പിന്നെ എസ്റ്റീൻ ലോഡറിൻ്റെ ഉണ്ട്. നമ്മൾ ഓരോരുത്തരുടെ സ്കിന്നനുസരിച്ചിട്ടും ഷെയ്ഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എല്ലാം മിക്സ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതുപോലെ ഫസ്റ്റ് ഞാൻ ഏകദേശം മാച്ചിങ് ആണെന്ന് തോന്നുന്ന ഒരു കളർ അവരുടെ ഫേസിലൊന്ന് സ്വാച്ച് ചെയ്ത് നോക്കും. ലൈറ്റ് ആണെന്ന് തോന്നുവാണെങ്കിൽ ഒരു ഡാർക്ക് കളർ ഇട്ട് മിക്സ് ചെയ്യും, ഡാർക്ക് ആണെന്ന് തോന്നുവാണെങ്കിൽ ലൈറ്റ് കളർ ഇട്ട് മിക്സ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ നോർമലി മിക്സിങ് ചെയ്യാറ് കേട്ടോ. പിന്നെ ഫൗണ്ടേഷൻ മിക്സിങ് ഒക്കെ എങ്ങനെയാണെന്ന് ചോദിക്കുന്നവരുണ്ട്. ലൈക്ക് അത് നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, അത് നമ്മൾ തന്നെ പഠിച്ചെടുക്കേണ്ടതാണ്. ഇപ്പം നമുക്ക് ലൈറ്റ് ആയെന്ന് തോന്നിയാൽ നമ്മൾ കുറച്ചുകൂടി ഡാർക്ക് ആഡ് ചെയ്യുക, ഡാർക്ക് ആയെന്ന് തോന്നിയാൽ ഒരു പൊടിക്ക് ലൈറ്റ് ആഡ് ചെയ്യുക. അങ്ങനെയാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത്. ഓക്കെ, അത് നമുക്കിങ്ങനെ കറക്റ്റായിട്ട് ഇന്നത് ചെയ്യണം, ഇത് എത്ര ഡ്രോപ്പാണ്, എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് ചിലർ, ഇത് എത്ര ഡ്രോപ്പ് മിക്സ് ചെയ്യണം എന്നൊക്കെ, എത്ര ഡ്രോപ്പ് ലൈറ്റ് ഇടണം, എത്ര ഡ്രോപ്പ് ഡാർക്ക് ഇടണം എന്നൊക്കെ. അത് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. ആക്ച്വലി അത് നമ്മൾ ചെയ്ത് പ്രാക്ടീസിലൂടെ പഠിക്കണം മിക്സിങ് എന്താണെന്നുള്ളത്. പിന്നെ നമുക്ക് കിട്ടുന്ന ബ്രൈഡിൻ്റെ ഫേസിൻ്റെ കളർ, അവരുടെ ഷെയ്ഡ്, അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ മിക്സിങ് നിങ്ങൾ എക്സ്പീരിയൻസിൽ കൂടെ പഠിക്കേണ്ടതാണ്. മിക്സ് ചെയ്ത് തന്നെ പഠിക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് കൺസീൽ ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ലൈറ്റ് കളർ വെച്ചിട്ടുള്ള കൺസീലിങ്, ഹൈലൈറ്റിങ് എന്നാണ് അതിന് പറയുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കൺസീലർ വന്നിട്ട് ടു ഫേസിൻ്റെ സാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. അത് നമ്മൾ കണ്ണിൻ്റെ താഴെയും അതുപോലെ നോസിലും സോൺ ഏരിയയിലും അതുപോലെ ചിന്നിൽ, ചീക്കിൽ അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാറ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രൈറ്റൺ അപ്പ് ആയിട്ട് ഫേസ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ കൺസീൽ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ അത് കൺസീലർ ഇട്ടു, നന്നായിട്ടത് ബ്ലെൻഡ് ഔട്ട് ചെയ്ത് സ്കിന്നിലേക്ക് ഇറക്കാം കേട്ടോ. രണ്ടും ഈവൻ ആക്കുക, ഫൗണ്ടേഷനും കൺസീലറും രണ്ടും രണ്ടായിട്ട് നിൽക്കരുത്, അതിനെ ഈവൻ ആക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡ് ചെയ്യുന്ന അനുസരിച്ച് ഫേസിലേക്ക് അത് സെറ്റിലാവുകയും ചെയ്യും, നമുക്ക് ആ ഒരു ഫ്ലോലെസ് ലുക്ക് കിട്ടുകയും ചെയ്യും. നല്ലൊരു മിനിമൽ ഫീലും ആയിരിക്കും കേട്ടോ കിട്ടുന്നത്.
ഓക്കെ. എന്നിട്ട് നമ്മൾ കണ്ണിൻ്റെ താഴെ കൺസീൽ ചെയ്ത ഉടനെ തന്നെ ബ്രൈഡിനോട് നമ്മൾ മുകളിലേക്ക് നോക്കാൻ പറയുക. താഴേക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ ലൈൻ വീഴും. കണ്ണിൻ്റെ താഴെ മിക്കവർക്കും ലൈൻസ് ഉണ്ട്. ഓക്കെ. അപ്പം ആ ലൈൻസ് മുകളിലേക്ക് നോക്കി അതൊന്ന് ബ്ലെൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യുക. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഹുദേൻ്റെ ബനാന ബ്രെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. അതിൻ്റെ കൂടെ ഞാൻ മാക്കിൻ്റെ ഒരു ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പൗഡർ സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ ആളുടെ ഷെയ്ഡിലേക്ക്. മാക്കിൻ്റെ ആക്ച്വലി ഞാൻ ഷെയ്ഡ് ഓർക്കണില്ല, ഒരു ഡാർക്ക് ഷെയ്ഡാണ്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് പൗഡർ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല. ഒരുപാട് പൗഡർ സെറ്റ് ചെയ്താൽ ഭയങ്കര ഒരു കേക്കി ലൈക്ക് ഒരു ഹെവി മേക്കപ്പ് ലുക്കായിരിക്കും വരിക. സോ നമ്മൾ കണ്ണിൻ്റെ താഴെയും അതുപോലെ ബ്ലഷ് ഇടുന്ന ഏരിയയിലൊന്നും നമ്മൾ പൗഡർ ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ. പിന്നെ നമുക്ക് വേർക്കുന്ന സ്ഥലങ്ങൾ, അതായത് ലിപ്പിൻ്റെ അവിടെ, ചിന്നിൻ്റെ അവിടെ, ചീക്കിൻ്റെ അവിടെയൊക്കെ കുറച്ച് ഏരിയാസ് ഉണ്ടല്ലോ നമ്മൾ പെട്ടെന്ന് വേർക്കുന്നത്. ആ ഒരു ഏരിയയിൽ മാത്രമാണ് നമ്മൾ നന്നായിട്ട് പൗഡർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ബാക്കി ഏരിയയിൽ നമ്മൾ വലിയ പൗഡർ സെറ്റിങ് കൊടുക്കാറില്ല. ജസ്റ്റ് ഒന്ന് ബ്രഷ് ഓടിച്ച് വിടാറ് മാത്രമേ ഉള്ളൂ. ഓക്കെ. പിന്നെ നമ്മൾ ക്രീം ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ക്രീം ബ്ലഷ് വന്നിട്ട് PACൻ്റെ 02 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പൗഡർ സെറ്റ് ചെയ്യാത്ത ഭാഗങ്ങളിലാണ് ബ്ലഷ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ആ ബ്ലഷ് ഇടുന്ന അത്രയും ഭാഗങ്ങളിൽ നമ്മൾ കാര്യമായിട്ട് പൗഡർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. അവിടെ ബ്ലഷ് ഇട്ട് കഴിഞ്ഞിട്ട് വേണം എപ്പോഴും നമ്മൾ ഫുൾ ഫേസ് പൗഡർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പൗഡർ സെറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ നോർമലി ചീക്കിൻ്റെ ഭാഗത്തൊന്നും അങ്ങനെ പൗഡർ സെറ്റ് ചെയ്ത് കൊടുക്കാറില്ല. ഭയങ്കര റെയറായിട്ട് ഭയങ്കര ഓയിലി ഫേസാണെന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കാറുള്ളൂ കേട്ടോ. ഓക്കെ. അങ്ങനെ നമ്മൾ ബ്ലഷ് ഇട്ട് കൊടുത്ത് PACൻ്റെ 02 ആണ് ഷെയ്ഡ് വരുന്നത്. അങ്ങനെ ബ്ലഷൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലിപ്പൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് മാസിൻ്റെ ഒരു ലിപ്പ് ലൈനറാണ്. അത് വെച്ചിട്ട് നമ്മൾ ലിപ്പ് നന്നായിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. അങ്ങനെ ലിപ്പ് ലൈൻ ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ടാൽ നമ്മൾ കുറച്ചും കൂടെ ലിപ്സ്റ്റിക്ക് ഒന്ന് ലാസ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ അതുപോലെ ആ ഒരു ഷേപ്പ് കറക്റ്റ് ഷേപ്പിൽ നമുക്ക് ലിപ്പ് ലൈനർ വെച്ചിട്ടാണെങ്കിൽ ലൈൻ ചെയ്ത് കൊടുക്കാനും കുറച്ചും കൂടെ ഈസി ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുകയാണ്. ലിപ്സ്റ്റിക്ക് വന്നിട്ട് 2-3 ഷെയ്ഡ് മിക്സ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ഷെയ്ഡാണ്. കൂടുതലും നമ്മൾ ബ്രൈഡ്സിന് ലിപ്സ്റ്റിക്സ് മിക്സ് ചെയ്തിട്ടാണ് യൂസ് ആക്കാറ്. സോ നമുക്ക് കറക്റ്റ് ഇന്ന ഷെയ്ഡെന്ന് പറയാൻ പറ്റില്ല. ലൈക്ക് നമ്മൾ ചിലപ്പോൾ 2, 3, 4, 5 എണ്ണം മിക്സ് ചെയ്തിട്ടായിരിക്കും നമുക്കൊരു ഷെയ്ഡ് കിട്ടുന്നുണ്ടാവുക. എന്നിട്ട് നമ്മളത് ബ്രൈഡിനെ കാണിച്ച് ബ്രൈഡിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ്. ഓക്കെ. അങ്ങനെ നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു. എന്നിട്ട് ലിപ്പൊക്കെ കറക്റ്റായിട്ടൊന്ന് ലൈൻ ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ലിപ്പ് ഗ്ലോസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് ഹുദേൻ്റെ ലിപ്പ് ഗ്ലോസാണ്. ഹുദ ബ്യൂട്ടീൻ്റെ ട്രാൻസ്പെറൻ്റ് ആണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ. ഓക്കെ. അപ്പം ട്രാൻസ്പെറൻറ്റ് ഷെയ്ഡാണ് ഞാൻ കൂടുതലും ലിപ്പ് ഗ്ലോസായിട്ട് യൂസ് ചെയ്യാറ് കേട്ടോ. അങ്ങനെ നമ്മൾ ലിപ്പ് ഗ്ലോസ് ഇട്ട് ഒരുപാട് ഗ്ലോസ് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. വളരെ ലൈറ്റായിട്ടാണ് ലിപ്പ് ഗ്ലോസ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമ്മൾ കണ്ണിലേക്ക് തിരിച്ചു വരികയാണ്. കണ്ണിൻ്റെ താഴെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്മോക്കി പോലെ ലൈക്ക് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുകളിൽ യൂസ് ചെയ്ത ആ ഒരു കളറിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ഒരു കളർ തന്നെ യൂസ് ചെയ്തിട്ടാണ് നോർമലി താഴെ നമ്മൾ ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കാറ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഔട്ടർ കോർണറിൽ കുറച്ച് ഡാർക്ക് ആക്കും. ഇന്നർ കോർണർ കുറച്ച് സോഫ്റ്റ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കാറ്. ഇതിപ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ കൊടുത്തത്. പിന്നെ ഇന്നർ കോർണറിൽ ചെറുതായിട്ടൊന്ന് ഞാൻ ഗ്ലിറ്റർ അപ്ലൈ ചെയ്ത് ഒരു ഒറ്റ ലൈൻ പോലെ ഒന്ന് ഗ്ലിറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ണ് കുറച്ചും കൂടെ ഒന്ന് പോപ്പപ്പ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇത് PACൻ്റെ കാജലാണ്. PACൻ്റെ കാജൽ യൂസ് ചെയ്തിട്ട് ആ ഒരു ഇന്നർ കോർണർ മുകളിലത്തെ ആ ഒരു കോർണർ ഞാൻ ജസ്റ്റ് ഒന്ന് ഡാർക്കൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഐലാഷുമായിട്ട് അതൊന്ന് ബ്ലെൻഡായി പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ലാഷ് ഇങ്ങനെ വേറിട്ട് നിൽക്കത്തില്ല കേട്ടോ. ലാഷും ഇതും തമ്മിൽ ബ്ലെൻഡായിട്ട് നിന്നോളും ബ്ലാക്കായിട്ട്. പിന്നെ കണ്ണിൻ്റെ അകത്തും കൂടെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. കുഞ്ഞിക്കണ്ണായതുകൊണ്ട് കുറച്ചൊന്ന് കണ്ണ് വലുതായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നമ്മൾ ലാഷ് വെച്ചിട്ടുള്ള ആ ഒരു ലൈൻ വിസിബിളായിട്ട് ഫീൽ ചെയ്താൽ അതിന് മുകളിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഈ കാജൽ വെച്ചിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം ആ കണ്ണിൻ്റെ മുകളിലുള്ള ആ ഒരു ലാഷിൻ്റെ ആ ഒരു ലൈൻ്റെ ഒരു വിസിബിലിറ്റി കുറയും. ലൈക്ക് അതും ബ്ലാക്ക് ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ലൈൻ ചെയ്ത പോലെ ഫീൽ ചെയ്യത്തുള്ളൂ. എന്നിട്ട് ജസ്റ്റ് ഞാൻ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു വരച്ച് വെച്ച ഫീൽ കിട്ടാതെ കുറച്ചൊന്ന് സ്മഡ്ജായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ജസ്റ്റ് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് വന്നിട്ട് PACൻ്റെ ജെറ്റ് ബ്ലാക്ക് കളറിൽ വരുന്നൊരു കാജലാണേ. പിന്നെ PACൻ്റെ തന്നെ ജെൽ ലൈനർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ചെറിയ വിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കുട്ടി വിങ്സ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഭയങ്കരമായിട്ട് കണ്ണങ്ങനെ നീണ്ട് നിൽക്കാണ്ട് ജസ്റ്റ് ചെറിയൊരു വിങ്സ് കേട്ടോ.
പിന്നെ ഇത് ഹൈലൈറ്ററാണ്. ഹൈലൈറ്റർ യൂസ് ചെയ്ത് 2 ഇന്നർ കോർണേഴ്സിലും ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ലിപ്പിൻ്റെ ഏരിയയിലും ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിന്നും ചീക്കും ടീ സോണും എല്ലാമാണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ഹൈലൈറ്റർ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ PSCൻ്റെ സ്പോട്ട് ലൈറ്റ് ഹൈലൈറ്റർ ഉണ്ടല്ലോ, അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പൗഡർ ഹൈലൈറ്ററാണ് കേട്ടോ. ഇത് വന്നിട്ട് നല്ലൊരു ഹൈലൈറ്ററാണ്. ഒരുപാട് പേര് വാങ്ങിച്ചു, നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു എന്താ പറയുക ഹൈലൈറ്ററാണ് കേട്ടോ ഇത്. നമ്മൾ നോർമലി കൂടുതലും യൂസ് ചെയ്യാറ് ഈ ഒരു ഹൈലൈറ്ററാണ്, പൗഡർ ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യാറ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ ഹൈലൈറ്റിംഗ് പോയിൻറ്റുകളെല്ലാം ഹൈലൈറ്റ് ചെയ്തു. അതുപോലെ നെറ്റിയിലും ഒക്കെ അത്യാവശ്യം ഹൈലൈറ്റിങ് കൊടുക്കുന്നുണ്ട്. ലൈക്ക് ചുട്ടിയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്ന് ജസ്റ്റ് തിളങ്ങി നിന്നോളും. ഓക്കെ, പിന്നെ നമ്മൾ നെക്കിലേക്കും കൂടെ ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നെക്കിൽ നമ്മൾ ഓൾറെഡി ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് നെക്കിൽ എപ്പോഴും കളറ് വേറെ ആയിരിക്കും. നമ്മളതൊന്ന് ചെറുതായിട്ട് കൺസീൽ ചെയ്തിട്ടാണ് എന്താ പറയുക ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാറ് കേട്ടോ. പിന്നെ മസ്കാര ആണ്. ഇത് വന്നിട്ട് മെബലൈൻ്റെ സ്കൈ ഹൈ എന്ന് പറഞ്ഞിട്ടുള്ള മസ്കാരയാണ്. മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പർ ലാഷ് ലൈനിലും ലോവർ ലാഷ് ലൈനിലും എല്ലാം മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏറെക്കുറെ മേക്കപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് നമ്മൾ സെറ്റിംഗ് സ്പ്രേ യൂസ് ആക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് വന്നിട്ട് PSCൻ്റെ ഫിക്സിങ് സ്പ്രേ ആണ് കേട്ടോ. മൈക്രോ ഫിനിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ഫിക്സിങ് സ്പ്രേ ആണ്. അപ്പം ഇതാണ് ആളുടെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. ആളുടെ സ്കിൻ ടോണൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൊരു മേക്കപ്പായിരുന്നു നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഹെയർ സ്റ്റൈലാണ്. ഹെയർ സ്റ്റൈൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്ക് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു, കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ ഹെയർ ചെയ്തത്. അപ്പം നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്, കറണ്ട് പോയ ടൈമിലാണ് നമ്മൾ കാണിച്ചു കൊടുത്തത് കുറച്ച് പാർട്ടീഷൻസും കാര്യങ്ങളും. അപ്പം ആൾക്ക് വെഡ്ഡിങ്ങിൻ്റെ അന്ന് സൈഡ് പാർട്ടീഷനും തലേദിവസം മെഹന്തിയുടെ അന്ന് സെൻറ്റർ പാർട്ടീഷനും മതി എന്നായിരുന്നു പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പം നമ്മൾ ആളുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് സെൻറ്റർ പാർട്ടീഷനും ബാക്കിലേക്കുള്ള ഒരു സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് ചെയ്ത് കൊടുത്തത്. പിന്നെ ബാക്കിൽ എക്സ്റ്റൻഷനൊക്കെ വെച്ച് കറണ്ടൊക്കെ വന്ന് നമ്മൾ കേളൊക്കെ ചെയ്ത് കൊടുത്തിട്ടാണ് ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ആളുടെ ഇയറിങ്സിന് ചെറിയൊരു മാട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മാട്ടിയൊക്കെ ഇട്ട് കൊടുത്ത് ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അതുപോലെ 2 മാല പെയർ ചെയ്തിട്ടുള്ള ഒരു ഓർണമെൻറ്റ് സെറ്റിംഗ് ആയിരുന്നു ആൾക്കുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ 2 മാല ഇട്ടിട്ട് പെയർ ചെയ്താണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ആളുടെ ഔട്ട്ഫിറ്റും ജ്വല്ലറീസും എല്ലാം ഏറെക്കുറെ ഒരേ കളറാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ആൾക്ക് നന്നായിട്ട് അത് ബ്ലെൻഡായി പോകുന്നുണ്ടായിരുന്നു. നമ്മൾ ആദ്യം വിചാരിച്ചു എല്ലാം കൂടെ ഒറ്റ കളറാകുമ്പോൾ ബ്ലെൻഡാവില്ല എന്ന്, പക്ഷേ ഫൈനൽ ഔട്ട് വന്നപ്പോഴത്തേക്കും നന്നായിട്ട് ബ്ലെൻഡായി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഹെയറിൻ്റെ ബാക്ക് സൈഡാണിത്. ബ്ലാക്ക് കളറിൽ തന്നെ എക്സ്റ്റൻഷനായിരുന്നു നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ ജിപ്സം ഫ്ലവറാണ് കേട്ടോ വെച്ച് കൊടുത്തത്. ജസ്റ്റ് ഒരു വി ഷേപ്പ് ഫീൽ ചെയ്യുന്നത് പോലെ ആണ് നമ്മൾ ജിപ്സം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നോർമലി നമ്മൾ എപ്പോഴും സ്ട്രെയിറ്റ് അല്ലേ വെക്കാറ്. അപ്പം ജസ്റ്റ് ഒരു ചേഞ്ചിന് പിന്നെ ബാക്കിൽ നെറ്റി കൂടെ കാണാവുന്നതുകൊണ്ട് നമ്മളൊരു വി ഷേപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ആളുടെ ഓൺ ഹെയറും അതുപോലെ എക്സ്റ്റൻഷനും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് എന്താ പറയുക ഫ്രണ്ടിലേക്ക് പീസ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഹിജാബ് വയ്ക്കാൻ വേണ്ടിയിട്ട് ആ തലയുടെ മുകളിൽ നമ്മൾ ഒരു ചെറിയ ബൺ കട്ട് ചെയ്ത് ഡോണറ്റ് കട്ട് ചെയ്ത് ചെറിയൊരു പീസ് വെച്ച് സ്ലൈഡ് ചെയ്തിട്ട് ആ ഒരു സ്ലൈഡിലേക്ക് ആണ് നമ്മൾ ഹിജാബ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഹിജാബിന് അത്യാവശ്യം ഹിജാബല്ല, ഷോൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഷോളിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഷോളയിൽ സേഫ്റ്റി പിൻ കുത്തിയിട്ട് ആ സേഫ്റ്റി പിന്നെ കൂട്ടിയാണ് സ്ലൈഡ് ചെയ്ത് കൊടുക്കാറ് കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനെ ആളുടെ ഫുൾ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഓർണമെൻറ്റ്സ് ഇട്ടു, ഹെയർ ചെയ്തു, ഷോൾ ഇട്ടു, എല്ലാം കഴിഞ്ഞു. അപ്പം ഇതാണ് ആളുടെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വരുന്ന കൂടുതലും കമൻറ്റാണ് ഷോൾ സെറ്റ് ചെയ്യുന്ന വീഡിയോ ചെയ്യാമോ എന്നുള്ളത്. ഇൻഷാല്ലാ നമ്മൾ അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ ചെയ്യാം. കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മളൊരു ഷോർട്ടായിട്ടോ വീഡിയോ ആയിട്ടോ എന്തായിട്ടായാലും ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്കപ്പോൾ ഈ ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബ്രൈഡ് വന്നിട്ടുള്ള കുറച്ച് പിക്സും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ ബൈ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.